ഇസ്രായേൽ ചരിത്രം 6-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. പൊളിറ്റിക്കൽ സയോണിസം അതിൻ്റെ പ്രായോഗിക രൂപം പ്രാപിച്ചു തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. 1897 ആദ്യത്തെ സയോണിസ്റ്റ് കോൺഫറൻസ് സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നത്. ഏതാണ്ട് ആ ദശകത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പാലസ്തീനിലേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ പാലസ്തീനിലേക്ക് ഏകദേശം 35,000 പേര് പല ഭാഗത്തു നിന്നായിട്ട് കുടിയേറിയിട്ടുണ്ട്. ഇങ്ങനെ പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തിന് ആലിയ എന്നാണ് പറയുന്നത്. ജൂതവിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ മതപരമായ ടെർമിനോളജിയിൽ വരുന്ന വാക്കാണ് ആലിയ. അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അവർ ചിതറിപ്പോയതിനാണ് നമ്മൾ ജൂവിഷ് ഡയസ്പോറ എന്ന് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ നേരെ വിപരീതമായ അങ്ങോട്ടുള്ള കൂടണയലാണ് ആലിയ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലെ അവസാന ദശകത്തിൽ നടന്നിട്ടുള്ള ആലിയ, അതായത് 1882 മുതൽ 1902-1903 വരെ നടന്നിട്ടുള്ള കുടിയേറ്റങ്ങളെയാണ് ഒന്നാം ആലിയ ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഒന്നാം ആലിയയിൽ 35,000-ഓളം ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് പാലസ്തീനിലെത്തി എന്ന് കണക്കാക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദശകം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം 1904 മുതൽ 1914 വരെയുള്ള കാലഘട്ടം. തിയോഡോർ ഹെർസൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് ഈ ഒരു കാലത്താണ്. ആ കാലഘട്ടത്തിൽ ഒരു ദശകക്കാലം 40,000-ഓളം പേര് പല ഭാഗത്തു നിന്നായിട്ട് പലസ്തീനിലേക്ക് കുടിയേറി. ഈ കുടിയേറ്റമാണ് രണ്ടാം ആലിയ എന്നറിയപ്പെടുന്നത്. ഈ രണ്ടാം ആലിയെ ഒന്നാം ആലിയയെ അപേക്ഷിച്ച് വളരെയേറെ സവിശേഷതകളുള്ളതാണ്. കുടിയേറിയ ആളുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ 35,000, രണ്ടാമത്തെ 40,000, ഒരു 5,000 പേരുടെ വ്യത്യാസമേ ഉള്ളൂ 10 കൊല്ലം കൊണ്ട്. പക്ഷേ കുടിയേറിയ ആളുകളുടെ എണ്ണത്തിലായിരുന്നില്ല, വണ്ണത്തിലായിരുന്നു വളരെ വലിയ സവിശേഷതകൾ ഉണ്ടായിരുന്നത്. കാരണം ഈ രണ്ടാം ആലിയയിലെത്തിയ 40,000 പേര് എന്ന് പറയുന്നത് വലിയ വലിയ ബുദ്ധിജീവികളും എഴുത്തുകാരും അതുപോലെ തന്നെ നല്ല രാഷ്ട്രീയ സംഘാടന ശേഷിയുള്ള നേതാക്കന്മാരും എല്ലാം ആ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു. പോളണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത്. ഇവർക്കിടയിൽ ധാരാളം എഴുത്തുകാരും ബുദ്ധിജീവികളും മറ്റും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പരാമർശിച്ച ഹീബ്രു ഭാഷയെ പുനരുജ്ജീവിപ്പിച്ച എലൈസാർ ബെൻ യഹൂദ എന്ന ഒരു അതിസാഹസികന്റെ കാര്യം, അദ്ദേഹമൊക്കെ ഈ രണ്ടാം ആലിയയിലാണ് പാലസ്തീനിലേക്ക് കുടിയേറിയത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ രാഷ്ട്രം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ഡേവിഡ് ബെൻ ഗുറിയൻ ഈ രണ്ടാം ആലിയയിൽ പാലസ്തീനിലെത്തിയ പ്രമുഖരിൽ ഒരാളാണ്. ഇസ്രായേലിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നടന്ന മഹായുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിസാഹസികമായ യുദ്ധം വിജയിക്കുകയും ചെയ്ത സൈനിക നേതാക്കളിൽ പലരും ഈ രണ്ടാം ആലിയയിൽ വന്നവരായിരുന്നു എന്നും കാണാം. ഈ രണ്ടാം ആലിയയിലെത്തിയ ആളുകൾ അവരോടൊപ്പം തന്നെ അവരൊരു സവിശേഷമായ ഐഡിയോളജിയും പാലസ്തീൻ മണ്ണിലേക്ക് എത്തിച്ചു. സോഷ്യലിസം എന്ന ആശയത്തിന് ലോകത്ത് വലിയ ഒരു മുന്നേറ്റമുണ്ടായ കാലഘട്ടമാണത്. 1917 റഷ്യയിൽ ആദ്യമായിട്ട് ബോൾഷെവിക് വിപ്ലവം നടക്കുകയും സോഷ്യലിസം അതിൻ്റെ പ്രായോഗിക രൂപം പരീക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ സോഷ്യലിസത്തിൻ്റെ പ്രായോഗിക രൂപങ്ങൾ, മിനിയേച്ചർ രൂപങ്ങൾ ഇസ്രായേൽ മണ്ണിൽ ആരംഭിച്ചിരുന്നു എന്നാണ് വിസ്മയകരമായ മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യം. കാരണം ഈ കിഴക്കൻ യൂറോപ്പിൽ നിന്ന് പലസ്തീനിലേക്ക് കുടിയേറിയ ആളുകൾ അവിടെ ആദ്യം സ്ഥാപിച്ചത് സോഷ്യലിസ്റ്റ് ഗ്രാമങ്ങളാണ്. കിബൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സോഷ്യലിസ്റ്റ് ഗ്രാമങ്ങളിലൂടെയാണ് ആദ്യത്തെ ഇസ്രായേലിൻ്റെ കാർഷികവും വ്യാവസായികവും സൈനികവുമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് കാണാം. ആദ്യത്തെ കിബൂസ് ഗ്രാമം സ്ഥാപിക്കപ്പെടുന്നത് ഗലീലി തടാകത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു കാർഷിക ഗ്രാമമായിട്ടാണ്. ആ ഗ്രാമത്തിൻ്റെ പേര് ഡിഗാനിയ എന്നാണ്. ഈ ഡിഗാനിയ ഗ്രാമമാണ് ഇസ്രായേലിലെ ആദ്യത്തെ കാർഷിക സോഷ്യലിസ്റ്റ് ഗ്രാമം. ഈ സോഷ്യലിസ്റ്റ് കിബൂസ് ഗ്രാമങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
അത് നമുക്ക് വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്ന സവിശേഷതകളാണ് ഈ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം ഒരു ഭൂപ്രദേശം അവർ വിലക്ക് വാങ്ങുന്നു. അത് ചിലപ്പോൾ സമ്പന്നരായ ആളുകളായിരിക്കാം വാങ്ങുന്നത്, അതല്ലെങ്കിൽ നാഷണൽ ജൂയിഷ് ഫണ്ട് ഉപയോഗിച്ച് പൊതുവായിട്ട് വാങ്ങും. അങ്ങനെ വിലക്ക് വാങ്ങിയ ഭൂമിയിൽ അവരൊരു കാർഷിക ഗ്രാമം സ്ഥാപിക്കുന്നു. ആ ഗ്രാമത്തിൽ കുറേ ആളുകൾ സെറ്റിൽ ചെയ്യുന്നു. അതോടൊപ്പം അവിടെ അവർ കഠിനാധ്വാനത്തിലൂടെ കൃഷി ചെയ്യുന്നു. കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തലും ഈ കൃഷി ഉൽപ്പന്നങ്ങളോട് അനുബന്ധമായിട്ടുള്ള ചെറുകിട വ്യവസായങ്ങളും ഒക്കെ ആരംഭിക്കുന്നു. ഈ വ്യവസായശാലകളിലും കാർഷിക ഭൂമിയിലും എല്ലാവരും കൂട്ടായി അധ്വാനിക്കുന്നു. അങ്ങനെ അധ്വാനിച്ച് അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പൊതു സ്വത്തായിട്ട് അവരെടുക്കുകയും ആ ഗ്രാമത്തിൻ്റെ ഭരണാധികാരം അവർ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു സമിതിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലെ പൊതു വരുമാനം മുഴുവനും ആ ഗ്രാമത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവായിട്ട് സ്വീകരിക്കപ്പെടുകയും ഗ്രാമത്തിലുള്ള ആളുകളുടെ മുഴുവൻ ആവശ്യങ്ങളും പൊതുവായി നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വീട്ടിലും സ്വന്തമായി അടുക്കള ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു കിബൂസ് ഗ്രാമങ്ങളുടെ ഒരു വ്യവസ്ഥ. കാരണം ഒരാളും സ്വന്തം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പാടില്ല. ചായ പോലും ഉണ്ടാക്കി കുടിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. പകരം ആ ഗ്രാമത്തിൽ ഒരു പൊതു ഡൈനിങ് ഹാൾ ഉണ്ടായിരിക്കും. അവിടെ എല്ലാവർക്കും വേണ്ട ഭക്ഷണം അതാത് സമയങ്ങളിൽ ഉണ്ടാക്കി വിതരണം ചെയ്യും. അങ്ങനെ പൊതുവായ ഒരു ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുകയല്ലാതെ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അതുപോലെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ഈ ഗ്രാമത്തിൻ്റെ പൊതു സംവിധാനം വഴി മാത്രം നിർവഹിക്കപ്പെടുന്നു. ആർക്കും സ്വകാര്യ സ്വത്തുക്കളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആരുടെയും വരുമാനം അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനും പാടില്ല. ഇതായിരുന്നു വ്യവസ്ഥ. അതുപോലെ ഏറ്റവും കൗതുകകരമായ മറ്റൊരറിവ്, അവിടെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മമാർ കുട്ടികളെ വളർത്താൻ പാടില്ല. അച്ഛനും അമ്മയും കൂടെ കുട്ടികളെ ലാളിച്ച് വളർത്താൻ പാടില്ല. പകരം അവിടെ കുട്ടികളെ വളർത്താനായിട്ട് ഒരു പ്രത്യേക നഴ്സിംഗ് സംവിധാനം ഉണ്ടാവും. ആ നഴ്സിംഗ് സംവിധാനത്തിൽ കുട്ടികളെ പരിചരിക്കാനുള്ള നഴ്സുമാരുണ്ടാവും. അപ്പോൾ അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ കുട്ടിയെ നഴ്സുമാരെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണം. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ ദിവസത്തിൽ 4-5 തവണ ഈ അമ്മ അവിടെ വന്ന് മുല കൊടുത്ത് തിരിച്ചു പോകാം. അല്ലാതെ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കിടത്താനോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൂടുതൽ സമയം ലാളിക്കാനോ ഒന്നുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വളരുന്ന കുട്ടികൾ ഒരച്ഛൻ്റെയോ ഒരമ്മയുടെയോ കുട്ടിയായിട്ടല്ല, ആ ഗ്രാമത്തിൻ്റെ പൊതു കുട്ടിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അങ്ങനെ വളർന്ന കുട്ടികളാണ് കിബൂസ് ഗ്രാമങ്ങളിൽ നിന്ന് ഉണ്ടായി വന്ന ആദ്യത്തെ ഇസ്രായേലിൻ്റെ പൗരന്മാർ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സാഹസികമായി ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത സൈനികരിലും അതുപോലെ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ആളുകളിലും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്നത് ഈ കിബൂസ് ഗ്രാമങ്ങളിൽ വളർത്തപ്പെട്ട യുവാക്കളായിരുന്നു എന്ന് കാണാം. കാരണം അവർക്ക് കുടുംബമോ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാർത്ഥതയോ കുടുംബപരമായ സ്വാർത്ഥതയോ ഒന്നും ഇല്ലാതെ വളർന്നതുകൊണ്ട് തന്നെ അവർ ഉയർന്ന പൗരബോധവും ഉയർന്ന രാഷ്ട്രബോധവും രാജ്യസ്നേഹവും ഉള്ളവരായി മാറുകയും അതുകൊണ്ട് തന്നെ അവർ വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രതിബദ്ധതയോടുകൂടി രാഷ്ട്ര സേവനം നടത്തുകയും ചെയ്തു. ഇസ്രായേൽ എന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും സജീവമായ പങ്കുവഹിച്ച സൈനിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇത്തരം കിബൂസ് ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന യുവാക്കളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നും ഇത്തരത്തിലുള്ള 200ഓളം കിബൂസ് ഗ്രാമങ്ങൾ, സോഷ്യലിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങൾ ഇസ്രായേലിനകത്തുണ്ട്. ഞങ്ങൾ ഇസ്രായേലിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കിബൂസ് ഗ്രാമം സന്ദർശിക്കുകയും ആ ഗ്രാമത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ചറിയുകയും ചെയ്തു. അത്തരം ഒരു ഗ്രാമത്തിൽ പൊതുവായി വളർത്തപ്പെട്ട ഒരാൾ, ഇന്ന് ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരാളാണ്, വളരെ പ്രായം ചെന്ന ഒരു സീനിയർ സിറ്റിസൺ, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളും കിബൂസ് ഗ്രാമത്തിൻ്റെ അനുഭവങ്ങളുമെല്ലാം വളരെ വിശദമായി പറഞ്ഞു തരികയുണ്ടായി. ഞാൻ ഈ 200-ൽ പരം കിബൂസ് ഗ്രാമങ്ങൾ ഇസ്രായേലിൽ പരീക്ഷിക്കപ്പെട്ടു എന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ ആശയത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പരീക്ഷണശാലകളായിരുന്നു. ഈ പരീക്ഷണം വിജയകരമായിരുന്നുവോ അതോ പരാജയമായിരുന്നുവോ എന്നുള്ളത് നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇന്ന് ഇത്തരം ഗ്രാമങ്ങളിൽ കുറെ കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് അവലംബിച്ചു വരുന്നത്. ഇന്ന് അവിടെ സ്വകാര്യ സ്വത്തുക്കൾ അനുവദിക്കുന്നില്ലെങ്കിലും ഗ്രാമം വിട്ടുപോയി സ്വതന്ത്രരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുവാദമുണ്ട്.
അത്തരം ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് തങ്ങൾക്ക് സ്വന്തം നിലക്ക് ജോലി ചെയ്ത് ആ സമ്പാദ്യം കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കിബൂസ് ഗ്രാമം വിട്ടു പോകാം എന്ന നിയമം ഇന്ന് അവിടെ പല കിബൂസ് ഗ്രാമങ്ങളിലുണ്ട്. അതുകൊണ്ട് പതുക്കെ കിബൂസ് ഗ്രാമങ്ങൾ ക്ഷയിച്ചു വരുന്നു എന്നാണ് ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ സാമ്പത്തികവും സൈനികവും രാഷ്ട്രീയവുമായ അടിത്തറ പാകുന്നതിൽ ഈ കിബൂസ് ഗ്രാമങ്ങൾ, സോഷ്യലിസ്റ്റ് ഗ്രാമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഈ രണ്ടാം ആലിയയിലെത്തിയ ആളുകളുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനകത്ത് ഈ പറഞ്ഞ സവിശേഷതകൾ കൂടാതെ അന്ന് വന്നവരിൽ വളരെ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ഇസ്രായേലിൻ്റെ അടിത്തറ പാകുന്നതിന് മുതൽ മുടക്ക് നടത്തിയ ഒരുപാട് സമ്പന്നരും ഈ ഒരു രണ്ടാം ആലിയയിൽ പാലസ്തീനിലെത്തിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എഡ്മണ്ട് റോത്സ്ചൈൽഡ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി അന്ന് അവിടെ വാങ്ങിയത് 200 ചതുരശ്ര മൈൽ ഭൂമിയാണ്. 200 ചതുരശ്ര മൈൽ ഭൂമി സ്വന്തമായി വാങ്ങുകയും അതിനകത്ത് 40ഓളം ഗ്രാമങ്ങൾ പണിയാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇദ്ദേഹം. ഇങ്ങനെ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ യൂറോപ്പിൽ നിന്ന് ഈ രണ്ടാം ആലിയയിൽ കുടിയേറിയിരുന്നു. അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ വലിയ ഭൂവുടമകൾ വന്ന് ഇവിടെ ഭൂമി വാങ്ങിയിരുന്നു. ഇതുകൂടാതെ 60ഓളം സമ്പന്നർ ചേർന്ന് ജാഫ തുറമുഖത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വാങ്ങിയ സ്ഥലം അവർക്ക് വേണ്ടി ഒരു നഗരം പണിയാനായിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ 60 പേർ ചേർന്ന് വിലക്ക് വാങ്ങിയ സ്ഥലത്ത് അവർ പണിതുയർത്തിയ നഗരമാണ് ഇന്ന് ദുബായ് നഗരത്തെയും സിംഗപ്പൂർ നഗരത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശം മുട്ടി നിൽക്കുന്ന ടെല്ലവീവ് നഗരം. ഈ ടെല്ലവീവ് നഗരം ഉണ്ടാക്കിയത് 60 പേർ ചേർന്ന് വിലക്ക് വാങ്ങിയ ഒരു ഭൂമിയിലാണ് എന്നതാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വിസ്മയകരമായ മറ്റൊരു അറിവ്. ഇനി എങ്ങനെയാണ് ഇവർ ഭൂമി വാങ്ങിക്കൂട്ടിയത്? അതിനൊരു ചരിത്രമുണ്ട്. ആ കാലത്ത് ഈ പ്രദേശം നമുക്കറിയാം ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളാണ്. ഈ ഒട്ടോമൻ ഖിലാഫത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റം കുത്തഴിഞ്ഞ ഒരു ഭരണ സംവിധാനമായിരുന്നു, അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനം. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും വ്യവസ്ഥാപിതമായ നിയമങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ഒരു സംസ്കാരമോ ഒന്നും ആ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് സമ്പന്നരും ഭൂവുടമകളും ഒക്കെ ആയിട്ടുള്ള ഫ്യൂഡൽ പ്രഭുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളും ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളും ബ്യൂറോക്രാറ്റുകളും ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയിരുന്ന ഒരുതരം അഴിമതി ഭരണ സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. 1856 ഒട്ടോമൻ ഭരണകൂടം ആ പലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിലെല്ലാം ആർക്കും ഭൂമി വാങ്ങാം എന്ന നിയമം പാസാക്കിയിരുന്നു. ലോകത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് അവിടെയൊക്കെ ഭൂമി വാങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന രീതിയിൽ നിയമം ഉണ്ടാക്കിയിരുന്നു. ഭൂ ഉടമകൾക്കും സമ്പന്നർക്കും വേണ്ടിയാണ് അത്തരമൊരു നിയമം നിർമ്മിച്ചത്. എന്നാൽ അത് പിന്നീട് ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവിടെ വന്ന് ഭൂമി വാങ്ങാനോ പാടില്ല എന്ന രീതിയിൽ നിയമം പരിഷ്കരിക്കുകയുണ്ടായി. 1881 ഒട്ടോമൻ ഭരണാധികാരികൾ ഉണ്ടാക്കിയ ഈ ഭൂമി വാങ്ങൽ സംബന്ധിച്ച നിയമപരിഷ്കാരം യഹൂദർക്ക് പലസ്തീനിൽ ഭൂമി വിലക്ക് വാങ്ങുന്നതിന് നിയമപരമായ തടസ്സമായി നിന്നിരുന്നു. പക്ഷേ ഈ ഭരണകൂടവും അതിൻ്റെ കീഴിലുള്ള ബ്യൂറോക്രസിയും അഴിമതിക്കാരായതുകൊണ്ട് തന്നെ ഈ നിയമത്തെ മറികടന്നുകൊണ്ട് ജൂതന്മാർക്ക് അവിടെ വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടാൻ സാധിച്ചു. കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നവരോ ഈ ഭൂമി കണ്ടിട്ടുള്ളവർ പോലുമോ ആയിരുന്നില്ല. മറിച്ച് ഇവരുടെ ഈ അഴിമതി ഭരണത്തിന് കീഴിൽ ഈ ബ്യൂറോക്രാറ്റുകളുമായി ബന്ധപ്പെട്ട് ഈ സമ്പന്നരായ ആളുകൾ അപ്പുറത്ത് നഗരങ്ങളിൽ താമസിച്ചിരുന്ന അമ്മാൻ നഗരത്തിലും ഡമാസ്കസ് നഗരത്തിലും ബെയ്റൂത്ത് നഗരത്തിലും മറ്റും താമസിച്ചിരുന്ന അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ കൃത്രിമമായ രേഖകൾ പടച്ചുണ്ടാക്കി ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ഉടമകളായി മാറുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ അഴിമതിയിലൂടെ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ഈ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥരായി തീർന്നിരുന്ന സമ്പന്നരായ ആളുകൾ തൊട്ടപ്പുറത്തൊക്കെയുള്ള നഗരങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. അവർക്ക് ഈ ഭൂമിയുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവരവിടെ കൃഷി ചെയ്തിരുന്നില്ല, അവരാ ഭൂമിയിൽ താമസിച്ചിരുന്നില്ല, അവരാ ഭൂമിയിൽ വന്നു നോക്കുക പോലും ചെയ്തിരുന്നില്ല. എന്നാൽ ഇത്തരം ഭൂമിയിലെല്ലാം വാസമുറപ്പിച്ചിരുന്നതും അവിടെ കൃഷി ചെയ്തിരുന്നതും
അവിടെ ജീവിച്ചിരുന്നതും നാടോടികളായ അറബികളായിരുന്നു. അവർ ഒട്ടകങ്ങളെ മേയിച്ചും ആടുകളെ മേയിച്ചും ഒക്കെ ഈ വരണ്ട ഭൂപ്രദേശത്ത് ജീവിക്കുകയും അവിടെ ടെന്റ് കെട്ടിയും കുടിൽ കെട്ടിയും താമസിക്കുകയും അവിടെ അല്ലറ ചില്ലറ കൃഷിയൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നു. അവർക്ക് ഈ ഭൂമിയുടെ ഉടമസ്ഥർ ആരാണ് എന്നറിയില്ലായിരുന്നു. ഇതിന് ഉടമസ്ഥരുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ അവരവിടെ ഇങ്ങനെയൊക്കെ നാടോടികളായി ജീവിച്ചു വന്നിരുന്നു. അതാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന അറബികളുടെ അവസ്ഥ. അങ്ങനെ അറബികൾ ജീവിച്ചു വന്നിരുന്ന ഭൂപ്രദേശങ്ങളാണ് ആ ഭൂമിയുടെ രേഖാപരമായിട്ട് ഉടമസ്ഥരായിട്ടുള്ള ഭൂ ഉടമകളെ പോയി കണ്ട് അവർക്ക് അവിടെ മാർക്കറ്റ് വിലയേക്കാൾ 3 ഇരട്ടിയും 4 ഇരട്ടിയും വില ഓഫർ ചെയ്തുകൊണ്ട് അവരെ പ്രലോഭിപ്പിക്കുകയും ഒപ്പം ബ്യൂറോക്രാറ്റുകളായ ഉദ്യോഗസ്ഥന്മാരെ പിടികൂടി അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് നിയമത്തിന്റെ പഴുതുകളെല്ലാം അടച്ച് ആ രേഖകളെല്ലാം കൈക്കലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സമ്പന്നരായ യഹൂദർ വ്യക്തികൾ എന്ന നിലക്കും അതുപോലെ നാഷണൽ ജൂയിഷ് ഫണ്ട് എന്ന രീതിയിൽ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് പൊതുവായ നിലക്കും ഭൂമി വലിയ തോതിൽ വിലക്ക് വാങ്ങിയത്. അങ്ങനെ വിലക്ക് വാങ്ങിയ ഭൂമിയിലാണ് അവർ കാർഷിക വൃത്തി ആരംഭിക്കുന്നത്. കാർഷിക ഗ്രാമങ്ങൾ രൂപീകരിച്ച് സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി താമസം തുടങ്ങുന്നത്. ഈ ഒട്ടോമൻ ഭരണാധികാരികളുടെ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ തിയോഡോർ ഹെർസലിന്റെ കഥയിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഉദാഹരണം. അദ്ദേഹം ഒട്ടോമൻ സുൽത്താനെ കാണാൻ പോകുമ്പോൾ ആ സുൽത്താന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം വാങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുൽത്താനെ കാണാൻ ഒരാൾ വന്നാൽ പോലും അവിടെ കൈക്കൂലി വാങ്ങി അഴിമതി കാണിച്ചിട്ടാണ് അതിന് അനുവാദം കൊടുക്കുന്നത്. അത്രത്തോളം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണമായിരുന്നു അന്നത്തെ ഒട്ടോമൻ ഭരണം എന്ന് പറയുന്നത്. ഈ ഹെർസൽ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ സുൽത്താൻ ഹെർസലിനോട് ആവശ്യപ്പെടുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കടം വീട്ടാനുള്ള പണം ഏതെങ്കിലും ജൂത മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഓഫറാണ് വെക്കുന്നത്. അവർക്ക് അവിടെ പലസ്തീനിൽ ജൂതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള അനുമതിയൊന്നും അദ്ദേഹം കൊടുക്കുന്നില്ല. പകരം ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിക്കുകയും അത് കേട്ട് നിരാശനായി ഹെർസൽ മടങ്ങിപ്പോവുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രത്തിൽ ഞാൻ വായിച്ചത്. ഇതാണ് അന്നത്തെ ഒട്ടോമൻ ഭരണകൂടത്തിന്റെ അവസ്ഥ. ആ അവസ്ഥയെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് കൈക്കൂലി കൊടുത്തും തിരിമറി ചെയ്തുകൊണ്ടുമാണ് ജൂതന്മാർ ആ പ്രദേശത്ത് ഭൂമി വിലക്ക് വാങ്ങി അത് കൈക്കലാക്കിയതും അവിടെ അവർ ഇസ്രായേൽ എന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചതും. ഇതാണ് രണ്ടാം ആലിയയുടെ ഏകദേശ ചരിത്രം. ഇനി മൂന്നാം ആലിയ 1914 മുതൽ 1924 വരെയുള്ള ദശകം. ഈ ദശകകാലത്ത് ഇതുപോലെ 40,000 പേര് പല ഭാഗത്തു നിന്നായിട്ട് എത്തി. ഈ കാലഘട്ടം നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള നാസി ഭീകരത ആരംഭിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പല ഭാഗത്തു നിന്നുമായിട്ട് ആളുകൾ ഈ പലസ്തീനിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നു. അന്ന് 1921 ആകെ പലസ്തീൻ പ്രദേശത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ എണ്ണം 80,000 എന്ന് വെച്ചാൽ 100,000-ൽ താഴെയാണ് അന്നത്തെ ആകെ ജൂത ജനസംഖ്യ പലസ്തീനിൽ. അതേസമയത്ത് ആ പ്രദേശത്ത് അറബികൾ അന്ന് 6 ലക്ഷം പേരുണ്ട്. 1921 ജൂത ജനസംഖ്യ വെറും 80,000 ആയിരുന്നെങ്കിൽ അത് 1936 ആയപ്പോഴേക്കും 3,50,000 വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുടിയേറ്റത്തിൻ്റെ ആക്കം കൂടുകയാണ്. കാരണം നാസിസത്തിൻ്റെ ജൂതവേട്ട ശക്തിപ്പെടുകയും പല ഭാഗത്തു നിന്നും ജൂതന്മാർ പലായനം ചെയ്യുകയും ഒപ്പം ഈ സയോണിസം എന്ന ആശയത്തിന് കുറെ കൂടി സ്വീകാര്യത ജൂത സമൂഹത്തിൽ ലഭിക്കുകയും ചെയ്ത ആ ഒരു കാലഘട്ടത്തിൽ കുടിയേറ്റത്തിൻ്റെ ആക്കം വർദ്ധിക്കുകയും അത് തൽഫലമായിട്ട് ഒരുപാട് യഹൂദർ ആ കാലഘട്ടത്തിൽ പലസ്തീനിലേക്ക് കുടിയേറുകയും ചെയ്തു. മൂന്നാം ആലിയയിൽ അങ്ങനെ 40,000 പേരെത്തി. അത് കഴിഞ്ഞ് 1945-നും 1951-നും ഇടയിലുള്ള കാലഘട്ടം, അതായത് ഇസ്രായേൽ എന്ന രാഷ്ട്രം പിറവികൊള്ളുകയും 2 ലോകമഹായുദ്ധങ്ങൾ അവസാനിക്കുകയും ഈ പ്രദേശം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്നും ബ്രിട്ടന്റെ കയ്യിലേക്ക് എത്തുകയും ഒക്കെ ചെയ്ത ആ ഒരു കാലഘട്ടത്തിൽ 7,50,000 യഹൂദർ അവിടേക്ക് എത്തി എന്നാണ് പറയുന്നത്. 1940-ൽ തന്നെ 4 ലക്ഷത്തിലധികം ജൂതർ വന്നിരുന്നു. 1948-ലാണ് ഇസ്രായേൽ എന്ന രാജ്യം പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് വലിയ തോതിലുള്ള കുടിയേറ്റം നടക്കുന്നത്. നാലാം ആലിയ എന്നറിയപ്പെടുന്നത് 1924-നും 1929-നും ഇടയ്ക്കുള്ള ഒരു ഹ്രസ്വകാലമാണ്. അന്ന് 82,000 പേര് വന്നു.
അത് കഴിഞ്ഞ് അഞ്ചാം ആലിയയിൽ 1929 1939 ഇടയിലുള്ള കാലം, അന്ന് 2,50,000 പേര് വന്നിട്ടുണ്ട്. ഈ അഞ്ചാം ആലിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് പോളണ്ടിൽ നിന്നാണെങ്കിലും ഒരു 21% ആളുകൾ വന്നത് ജർമ്മനിയിൽ നിന്നായിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുന്നത് ആദ്യമായിരുന്നത് കൊണ്ടും ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അതിസമ്പന്നരായിരുന്നത് കൊണ്ടും പലതരത്തിലുള്ള സവിശേഷതകൾ ഉള്ളവരായിരുന്നത് കൊണ്ടും അവർ പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രമുഖമായ പങ്ക് വഹിച്ചതുകൊണ്ടും ഈ അഞ്ചാം ആലിയയ്ക്ക് ജർമ്മൻ ആലിയ എന്നുകൂടി പറയുന്നുണ്ട്. ജർമ്മൻ ആലിയ എന്നറിയപ്പെടുന്ന അഞ്ചാം ആലിയയിൽ 2,50,000 ജൂതരാണ് പലസ്തീനിലെത്തിയത്. അതിൽ ജർമ്മനിയിൽ നിന്ന് വന്ന ആളുകൾ അതിസമ്പന്നരായിരുന്നു. ഒപ്പം പ്രൊഫഷണലുകളും കലാകാരന്മാരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രദേശത്തുള്ള യഹൂദരുടെ സംസ്കാരത്തെ ആകെ മാറ്റിമറിക്കുന്നതിൽ ഈ ആലിയയിലെത്തിയ ആളുകൾ വലിയ പങ്ക് വഹിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് 1940 48 അതായത് 48 ജൂതരാഷ്ട്രം പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പുള്ള ഒരു 5-8 വർഷം 1940 മുതൽ 48 വരെയുള്ള വർഷത്തിൽ 1,10,000 പേരാണ് വന്നത്. അന്ന് എണ്ണം കുറയാനുള്ള കാരണം അന്നത്തെ ആലിയ എന്ന് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആയിരുന്നു. അതിന് കാരണം ബ്രിട്ടീഷുകാർ അപ്പോഴേക്കും ജൂതരുടെ കുടിയേറ്റത്തിനെതിരെ കർശനമായ നിയമങ്ങൾ പാസാക്കുകയും നിരോധിക്കുകയും കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും തടയുകയും ഒക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരന്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന രീതിയിൽ മാത്രം അവിടെ എത്തിയവർ, സാഹസികമായി എത്തിയവർ എന്നിട്ടും 1,10,000 പേരുണ്ടായിരുന്നു 1940 48 ഇടയിലുള്ള ആ കാലഘട്ടം. പിന്നീട് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ശേഷം 1948 മുതൽ 1960 വരെ ഒരുപാട് പേര് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നു. 7 ലക്ഷത്തിൽ പരം ആളുകൾ വീണ്ടും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക്, ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കുടിയേറി. അങ്ങനെ കുടിയേറിയവർ ഇന്ത്യയിൽ നിന്ന് പോയ 3,000 പേരടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, കിഴക്കൻ യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്ന് എല്ലാം യഹൂദർ ഇസ്രായേലിലേക്ക് കുടിയേറി. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 1-2 ദശകങ്ങളിലാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റം നടന്നത്. ആ കുടിയേറ്റത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും 3,000-ൽ പരം ആളുകൾ അങ്ങോട്ട് പോയി. അതിൽ തന്നെ വലിയൊരു പങ്ക് കേരളത്തിൽ നിന്ന് പോയവരാണ് എന്നും പറയപ്പെടുന്നു. ഇവിടെ ഞാൻ ആലിയ എന്ന ഈ ഒരു കുടിയേറ്റത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള ഒരു അരനൂറ്റാണ്ടിലേറെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പലസ്തീൻ പ്രദേശത്തേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ യഹൂദരുടെ ഒരു കണക്കും അവരുടെ ചില സവിശേഷതകളും മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ ഈ കുടിയേറ്റം നടക്കുമ്പോൾ തന്നെ സമാന്തരമായി ഒട്ടേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഉദ്യോഗജനകമായ സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പലസ്തീനിൻ്റെ ഉള്ളിലും പുറത്തും ലോകത്തെ ആകെയും നടക്കുന്നുണ്ട്. ആ സംഭവങ്ങളെ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നാം പറയേണ്ട ഒരുപാട് കാര്യങ്ങളെ എല്ലാം തന്നെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ആലിയ എന്ന ഈ ഒരു കൂടണയലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെ കുടിയേറിയ ആളുകൾ ആദ്യ കാലഘട്ടത്ത് അവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായിട്ട് ചരിത്രത്തിൽ കാണാം. കാരണം അവിടെ അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നത് തേനും പാലും ഒഴുകുന്ന ഫലഭൂയിഷ്ടമായ ഒരു വാഗ്ദത്ത ഭൂമി ആയിരുന്നില്ല, മറിച്ച് വരണ്ടു ഉണങ്ങി കിടക്കുന്ന ഒരു മരുഭൂമിയായിരുന്നു. യാതൊരു പച്ചപ്പുമില്ലാത്ത മരുഭൂമിയായിരുന്നു. ജലസേചന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷിക്കൊട്ടും അനുയോജ്യമല്ലാത്ത ഭൂപ്രകൃതിയായിരുന്നു. കാലാവസ്ഥയും അനുകൂലമായിരുന്നില്ല. മാത്രമല്ല വിഷജന്തുക്കൾ, തേള്, പാമ്പ് തുടങ്ങിയിട്ടുള്ള വിഷജന്തുക്കൾ അന്ന് ഇവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലേറിയ പോലുള്ള രോഗങ്ങളാണ് അവരെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. മലേറിയ പരത്തുന്ന കൊതുകുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ മലേറിയയോടും മണ്ണിനോടും മല്ലിട്ടുകൊണ്ടാണ് ആദ്യകാലത്ത് അവരവിടെ പച്ചപ്പ് ഉൽപ്പാദിപ്പിക്കാനായി കഠിനാധ്വാനം ചെയ്യുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അവർ
ഒരു സമ്പന്ന സമൂഹമായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ലോകത്ത് ഒരു ജനതയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടെയും ഇത്രയും കഠിനാധ്വാനത്തോടെയും സമൃദ്ധി ഉൽപ്പാദിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് യഹൂദ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. അവിടെ അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയെല്ലാം വാങ്ങിക്കൂട്ടിയെങ്കിലും ആ ഭൂമിയിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കൃഷിയും നടക്കുമായിരുന്നില്ല. അവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ മണ്ണ് പരിശോധിച്ചു, ആ ഭൂമിശാസ്ത്രം പരിശോധിച്ചു, ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ആ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റിയ കാർഷിക വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയ ശേഷം അതിന് അന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യകളും സാങ്കേതിക വിജ്ഞാനവും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആ സാങ്കേതിക വിദ്യകളെല്ലാം യൂറോപ്പിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്തുകൊണ്ട് അവിടെ ശാസ്ത്രീയമായ കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത്. ആദ്യം അവരവിടെ കൃഷി ചെയ്തത് ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിന് മാത്രമാണ് അന്ന് അവിടെ ഈ അനുയോജ്യമായിരുന്നത്, മണ്ണും കാലാവസ്ഥയും മറ്റും. അതുകൊണ്ട് അവർ വലിയ തോതിൽ ഓറഞ്ചും നാരങ്ങയും കൃഷി ചെയ്തു. അങ്ങനെ ഓറഞ്ചും നാരങ്ങയും കൃഷി ചെയ്ത ശേഷം ആ ഓറഞ്ചിൽ നിന്നും നാരങ്ങയിൽ നിന്നുമൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും അവരുടെ കൃഷിഭൂമിയോടൊപ്പം സ്ഥാപിച്ചു. അങ്ങനെ ഈ വ്യവസായ ഉൽപ്പന്നങ്ങളും ഈ നാരങ്ങ പോലുള്ള പഴവർഗ്ഗങ്ങളും എല്ലാം യൂറോപ്പിലേക്കും മറ്റും അവർ കയറ്റി അയക്കാൻ തുടങ്ങി. ഇതൊക്കെ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ സാധ്യമായതാണ്. അങ്ങനെ അവർ വളരെ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി. ഇതെല്ലാം വിസ്മയത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഈ നാടോടി അറബികൾ. അവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവർ ഒട്ടകങ്ങളെ മേയിച്ചും ആടുകളെ മേയിച്ചും വളരെ ദരിദ്രമായ ജീവിതം നയിച്ചു വന്നിരുന്ന അവർ ഈ ആളുകൾ വന്ന് എത്ര പെട്ടെന്ന് ഇങ്ങനെ സമ്പൽ സമൃദ്ധിയിൽ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് അവരുടെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചപ്പോൾ ആദ്യമൊക്കെ അവർ അത്ഭുതത്തോടു കൂടി വിസ്മയത്തോടു കൂടി നോക്കി നിൽക്കുകയും ആദ്യഘട്ടത്തിൽ ഇവരുടെ വ്യവസായശാലയിലും കാർഷിക തോട്ടങ്ങളിലും ഒക്കെ ഈ അറബികളെ ജോലിക്കെടുത്തിരുന്നു. അപ്പോൾ അവരവിടെ ജോലി ചെയ്തപ്പോൾ അവർക്ക് നല്ല കൂലിയൊക്കെ കിട്ടിയപ്പോൾ അവരുടെ ജീവിതവും അല്പസ്വല്പമൊക്കെ മെച്ചപ്പെട്ടു. പക്ഷെ അത് അധികകാലം നീണ്ടു നിന്നില്ല. ഈ ജൂത കുടിയേറ്റത്തിൻ്റെ ആക്കം വർദ്ധിക്കുന്നതിനനുസരിച്ച്, പുതിയ ജൂതർ വരുന്നതിനനുസരിച്ച് അറബികളെ തൊഴിൽ രംഗത്ത് നിന്ന് അവർ പുറത്താക്കിക്കൊണ്ടിരുന്നു. അതോടുകൂടിയാണ് ജൂതന്മാരുടെ അധിനിവേശത്തിൻ്റെ അപകടം അറബികൾ മണത്തറിയാൻ തുടങ്ങിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമാന്തരമായി നടന്ന മറ്റു സംഭവ വികാസങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യും.